ധീരജിന്റേത് ക്രൂരമായ കൊലപാതകമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോൺഗ്രസ് നേതൃത്വം അരുംകൊലയെ ന്യായീകരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂരിൽ ധീരജ് സ്മാരക പഠന കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കോൺഗ്രസ് രാഷ്ട്രീയം ക്രിമിനൽ വൽക്കരണത്തിൽ എത്തി നിൽക്കുന്നു. കലാലയങ്ങളിൽ നിരവധി SFI പ്രവർത്തകർക്ക് ജീവൻ നഷ്ടമായി. KSUവിന്റെ കൊലക്കത്തിക്ക് ഇരയായവരാണ് കൂടുതലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കണ്ണൂരിൽ ധീരജ് സ്മാരക പഠന കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഇവിടെ കേരളത്തിലെ വിദ്യാർത്ഥികളിൽ ഒരുപാട് പേര് ഇപ്പോഴും ആക്രമണത്തിന് വിധേയരായിട്ടുണ്ട്. ഈ ഘട്ടത്തിലും ആക്രമിക്കപ്പെടുകയാണ്. മരിച്ചില്ല എന്ന് മാത്രം, എന്നാൽ കൊലപാതക ശ്രമമടക്കം നടന്നുവെന്ന് വാർത്തകൾ നമ്മൾ വായിക്കും. വിവിധ കലാലയങ്ങൾ, വിവിധ വിദ്യാർത്ഥികളുടെ കൂടിച്ചേർന്നുകൊണ്ടുള്ള പരിപാടികൾ എല്ലാം അലങ്കോലമാക്കാനുള്ള നീക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴൊന്നും അരുത് എന്ന് പറയാൻ ഒരു രാഷ്ട്രീയ നേതൃത്വം ഇവിടെയില്ല. അവര് പ്രോത്സാഹിപ്പിക്കുകയാണ്, വീണ്ടും പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇത് നമ്മുടെ നാട് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ധീരജ് രാജേന്ദ്രന്റെ സ്മരണ നിലനിർത്തുന്നതിന് ഏറ്റവും ഉചിതമായ ധീരജ് രാജേന്ദ്രന് എല്ലാ രീതിയിലും അർഹമായ രീതിയിലുള്ള ഒരു സ്മാരക സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പഠന ഗവേഷണ കേന്ദ്രം. ധീരജിനെ ഓർത്തുകൊണ്ട് തന്നെ ആ പഠന ഗവേഷണ കേന്ദ്രവുമായി ബന്ധപ്പെടാൻ ഇനിയുള്ള കാലം വിദ്യാർത്ഥികൾക്ക് സാധിക്കും. നല്ല രീതിയിൽ ആ പഠന ഗവേഷണ കേന്ദ്രം പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നത്. കൊലയാളികളോട് അരുത് എന്ന് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞില്ല. കോൺഗ്രസിന്റെ മനോഭാവം മാറുന്നില്ല. വലതുപക്ഷ മാധ്യമങ്ങൾ നികൃഷ്ടമായ രീതിയിലാണ് വിഷയം കൈകാര്യം ചെയ്യുന്നത്. അധപതിച്ച നിലയിലേക്ക് ഇടത് വിരുദ്ധത മാറുന്നു. SFI പ്രവർത്തകർക്കെതിരെ ഇപ്പോഴും വധശ്രമങ്ങൾ നടക്കുന്നു. കൂടിച്ചേരലുകൾ അലങ്കോലമാക്കാനാണ് നോക്കുന്നത്. അരുത് എന്ന് കോൺഗ്രസ് നേതൃത്വം പറയുന്നില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു.